ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങൻ്റെ പകുതിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ശർക്കര ഒന്ന് പൊടിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഏലക്കായ ചതച്ചിട്ടാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തോട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഏലക്കായൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് ആ കട്ട ഒന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതാ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. അപ്പോൾ പാനിൽ നെയ്യ് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ സ്പേസ് ഒന്നും കാണാത്ത വിധത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പാനിൻ്റെ സൈഡിലേക്കൊക്കെ പഴം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ചെറിയ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പഴം വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് മൈദൻ്റെ പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 1/2 മണിക്കൂറായിട്ടോ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ടൂത്ത് പീക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കട്ടെ ഉൾവശമൊക്കെ വെന്തിക്കണമെന്ന്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പാനിൻ്റെ അടിയിൽ ഒരു തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ. അടിവശം ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.